ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനു രാജേഷ്. രാജേഷ് കെ കോട്ടയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റം ഉപ്പുമാവായിട്ടാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓട്സാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സൈസ് ഓട്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ ഒരു മുറി ചിരകിയതാണ്. തേങ്ങ, വറ്റൽമുളക്, ഇഞ്ചി, കുഞ്ഞുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇത് ഓൺ ചെയ്യാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. ഉപ്പുമാവിന് നമ്മൾ എന്തൊരു സമയം എടുക്കണം, ആ സമയം മാത്രമേ വരുള്ളൂ. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓട്സ് ഉപ്പുമാവ് ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ മേടിച്ച് കഴിഞ്ഞാൽ ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുള്ളൂ. ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ റവയുടെ ഉപ്പുമാവും ഗോതമ്പ് ഉപ്പുമാവും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ട് നമുക്ക് ഓട്സിൻ്റെ ഉപ്പുമാവ്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നാൽ ശരിക്കും നല്ലോണം മൂത്തിട്ടുണ്ടത്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങയാണ്. ചൂടാവട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ എന്തോരം എടുത്തിട്ടുണ്ട് അത്ര അനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചൂടും വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം ശരിക്കും തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടോട്ട് തിളയ്ക്കും കൊണ്ടിരിക്കാം. ശരിക്കും വെള്ളം പറ്റിയത് ഇങ്ങനെ വേറെ വേറെ ശരിക്കും കിട്ടിയിരിക്കും. ഇത് പപ്പടം കൂട്ടിയോ പഴം കൂട്ടിയ പോലെ തന്നെ. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും നല്ല ബെസ്റ്റ് സാധനം. തേങ്ങ ഇട്ടിട്ടെന്നേ ഉള്ളൂ. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കണേ കുഴപ്പമൊന്നുമില്ല. അത് ഷുഗർ രോഗികൾക്ക് ബെസ്റ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും. ശരിക്കും വെള്ളം വറ്റട്ടെ. ഓട്സ് ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ പറ്റിയപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ വരണ പേര് നമ്മൾക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം എല്ലാം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും വെന്തിട്ടുമുണ്ട് കണ്ടോ. വിട്ട് തന്നെ കണ്ടോ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിലേക്ക് മാറ്റാം.
ഞങ്ങളുടെ ഇവിടെ ഒരു കോഴിയുണ്ട്. കോഴി വീഡിയോ പിടിക്കുന്ന സമയത്ത് അപ്പം കിടന്ന് കൂകൽ തുടങ്ങും. എന്നും കൂവ കോഴി. വീഡിയോ പിടിക്കണ അന്ന് അപ്പം കൂവ കോഴി. അയൽവക്കത്താ കോഴിയുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റ.